നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. മാസപ്പടി അന്വേഷണം പിണറായിയിലേക്ക് തന്നെയാണ്. കൊച്ചി ഇ.ഡി. ഓഫീസിൽ നിന്ന് ഉടൻ ഇണ്ടാസെത്തും. സ്വിച്ചിട്ടതുപോലെ അന്വേഷണം പിണറായിയിലേക്ക് എത്തിക്കുന്നതല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയെ ഓരോ തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോഴും പിണറായിയിലേക്കുള്ള വഴിയാണ് ഇ.ഡിക്ക് തുറന്നു കിട്ടിയത്. മാസപ്പടിയുടെ മാസ്റ്റർ ബ്രെയിൻ വീണയല്ലെന്ന് SFIOയുടെ അന്വേഷണത്തിൽ തന്നെ കേന്ദ്ര ഏജൻസിക്ക് ബോധ്യപ്പെട്ടതാണ്. ബംഗളൂരുവിലുള്ള എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് കരിമണൽ കർത്തയുടെ കമ്പനിയെ എങ്ങനെയാണ് പരിചയം? വീണയുടെ കമ്പനിക്ക് എങ്ങനെയാണ് കരാർ കിട്ടിയത്? ഇതാണ് പ്രധാനമായും ഇപ്പോൾ ഇ.ഡി. അന്വേഷിക്കുന്നത്. അത് നേരെ ചെന്നെത്തുന്നത് മുൻ പിണറായി സർക്കാരിലേക്ക് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അന്വേഷണം പിണറായിയിലേക്ക് തിരിഞ്ഞതോടെ AKG സെന്ററിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. വീണയ്ക്കെതിരെ വന്നാൽ പാർട്ടി പ്രതിരോധിക്കില്ല, പിണറായിയെ തൊട്ടാൽ ഇറങ്ങുമെന്നായിരുന്നല്ലോ മുതിർന്ന നേതാക്കൾ പ്രഖ്യാപിച്ചത്. ഇനി കേരളത്തിൽ ഇ.ഡി. CPM യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. കാരണം അന്വേഷണത്തിന്റെ മുൾമുനയിലേക്ക് പിണറായി എത്തിയിരിക്കുന്നു. വേട്ടയാടൽ എന്ന കാർഡ് പാർട്ടി ഇറക്കും, അഴിമതി എന്ന് ഇ.ഡി. വാദം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത് കാത്തിരുന്ന് കാണണം. പിണറായി വിജയനെ നമുക്ക് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും കഴിയില്ല. 10 വർഷം ഒരു സംസ്ഥാനം ഭരിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല പിടിപാടുള്ള ആളാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് ആ കസേര വേണമെന്ന് പിണറായി വാശി പിടിച്ചതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഈ 82-ാം വയസ്സിലും പിണറായി ആ കസേരയിൽ അങ്ങനെ ചടഞ്ഞിരിക്കണമെങ്കിൽ തനിക്ക് നേരെ വരുന്ന, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് നേരെ വരാൻ സാധ്യതയുള്ള ചില ഏറുകൾ അതിനെ തടയുന്നതിന് വേണ്ടി തന്നെയാണ്. അതിനൊരു പ്രിവിലേജ് ആവശ്യമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് ഇരുന്നാലേ ഒരു പിടിവള്ളിയെങ്കിലും ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പിണറായി ആ കസേരയ്ക്ക് കട്ടായം കടുംപിടുത്തം പിടിച്ചത്. എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു കാര്യം വ്യക്തമാകുന്നു. ഇ.ഡി. അന്വേഷണം തുടങ്ങിയത് പിണറായിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. SFIOയുടെ അന്വേഷണം വീണയെ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ ആ അന്വേഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഇത് ഒരു ചെറിയ അഴിമതിയല്ല, മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണെന്ന്. അങ്ങനെ ഈ അന്വേഷണത്തിലേക്ക് പിണറായി എത്തുമ്പോൾ ഇനി പാർട്ടി വലിയ പ്രതിരോധത്തിലേക്ക് വീഴും. ഇതുവരെ പാർട്ടി വാദിച്ചിരുന്നത് പിണറായിയെ വേട്ടയാടുന്നു എന്നൊക്കെയായിരുന്നു, മകളെ വേട്ടയാടുന്നു എന്നായിരുന്നു. എന്നാൽ തെളിവുകൾ ഉൾപ്പെടെ ഇ.ഡി. ചിലത് വലിച്ചു പുറത്തേക്കിടുമ്പോൾ പാർട്ടിക്ക് ഒരക്ഷരം പ്രതികരിക്കാനില്ലാത്ത സാഹചര്യം വരും. അല്ലെങ്കിൽ തന്നെ പിണറായി കാരണം പാർട്ടി പടുകുഴിയിലാണ്. ആ കുഴിയിൽ നിന്ന് പാർട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിയെടുക്കാൻ കുറേയധികം പ്രവർത്തകർ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും പാർട്ടിയെ പാതാള കുഴിയിലേക്ക് തള്ളിയിട്ട് പാർട്ടിയുടെ അണ്ണാക്കിൽ തന്നെ മണ്ണ് വാരിയിടുന്നത്. പിണറായി വിജയൻ ഈ പാർട്ടിയുടെ അന്തകനാണെന്ന് പാർട്ടിയിലുള്ളവർ പോലും തലയിൽ കൈവച്ചാണ് പറയുന്നത്. പിണറായി വിജയൻ ഇപ്പോൾ അടിമുടി നിന്ന് വിറയ്ക്കുന്നുണ്ട്. ഇരട്ടച്ചങ്കനൊക്കെയാണ്, പുറമേ വലിയ ഭയമൊന്നും കാണിക്കുന്നില്ല. എന്നാൽ മകളെ ഓരോ തവണ ചോദ്യം ചെയ്യലിന് പറഞ്ഞു വിടുമ്പോഴും പിണറായിക്ക് നല്ല വിറയലുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, വീണ 2 തവണ ചോദ്യം ചെയ്യലിന് ചെന്നപ്പോഴും മാസ്ക് വെച്ചായിരുന്നു. വേറെവിടെയും മാസ്ക് വെക്കാതെ പോകുന്ന വീണ വിജയൻ ചോദ്യം ചെയ്യലിന് പോയപ്പോൾ 2 തവണയും മാസ്ക് വെച്ചു. എൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് പോലും, അല്ലെങ്കിൽ എൻ്റെ മുഖത്തെ ഒരു എക്സ്പ്രഷനിൽ നിന്ന് പോലും ഞാൻ ഭയക്കുന്നു എന്ന് മാധ്യമങ്ങൾക്ക് വീണ് കിട്ടരുത്. അതിനുവേണ്ടിയുള്ള ഒരു നീക്കം. ഇത് മാത്രമല്ല, വീണയെ ചോദ്യം ചെയ്യലിന് പറഞ്ഞു വിടുമ്പോൾ കൃത്യമായി ചില കൊടികെട്ടിയ വക്കീലന്മാർ പഠിപ്പിച്ചൊക്കെയാണ് വിട്ടത്. ഇ.ഡിയുടെ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയണം, ഇ.ഡി ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം, ശരീരഭാഷ എന്തായിരിക്കണം, മുഖത്തെ എക്സ്പ്രഷൻ എന്തായിരിക്കണം തുടങ്ങിയ എല്ലാം പഠിപ്പിച്ചാണ് വീണയെ വിട്ടത്. പിണറായി വിജയൻ വിറയ്ക്കുന്നതിന് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. മകൾക്ക് പിന്നാലെ മകനെയും ഇ.ഡി കുടുക്കുമോ എന്നാണ് ആ ഭയം. വീണയുടെ അക്കൗണ്ടിലേക്ക് എത്തിയ 2.25 കോടിയല്ല, അത് വെറും പുകമറ മാത്രമാണ്. കോടാനുകോടിയുടെ ബിസിനസ്സാണ് കർത്തയും വിജയനും തമ്മിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇ.ഡി സംശയിക്കുന്നത്. ഇതിൻ്റെ പണം വിദേശ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്ന് ഇ.ഡി സംശയിക്കുന്നുണ്ട്. വിദേശ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. UAE സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണമാണ് നടന്നിരിക്കുന്നത്. പിണറായിയുടെ മകൻ അബുദാബിയിലെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അന്വേഷണം മുറുകിയാൽ വിവേകിലേക്ക് എത്തുമോ? കുടുംബം മൊത്തത്തിൽ ഇ.ഡിയുടെ വായിലാണ്, അതാണ് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടത്.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ CBI കൂടി വന്നാൽ പിണറായി കർത്ത ഡീലിങ്സുകൾ പുറത്താകും. പക്ഷേ ഇപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIOയിൽ നിന്ന് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ചോദിച്ചിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് കൊടുക്കാൻ SFIO വൈകി. അവർ ആ റിപ്പോർട്ട് കൊടുക്കാൻ മടിച്ചു. രണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. എന്നിട്ടും ED ചോദിച്ച റിപ്പോർട്ടുകൾ ഉടൻ തന്നെ എന്തുകൊണ്ട് SFIO കൈമാറിയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഒത്തുകളി ഉണ്ടോ, എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടായോ എന്നുള്ളൊരു സംശയം ഉയർന്നു വന്നിരുന്നു. എന്നാൽ SFIOയിൽ പിണറായിക്കും വീണയ്ക്കും ചില പിടിപാടുകൾ ഉണ്ട് എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ആ ഡീലിങ്സ്? അതോ കേന്ദ്രം രണ്ട് ഏജൻസികളെ അന്വേഷണത്തിന് ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വേറെ രാഷ്ട്രീയപരമായ ഡീലിങ്സ് നടത്താൻ വേണ്ടിയാണോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഒന്ന് ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണോ എന്ന്. പക്ഷേ ഇപ്പോഴും ഒരു കൂട്ടർ വിശ്വസിക്കുന്നുണ്ട് ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമെന്ന്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിണറായി വിജയനും മകൾക്കും വിലങ്ങ് വീഴുമെന്ന്. ഈ പിണറായി വിജയന്റെയും മകളുടെയും കയ്യിൽ വിലങ്ങ് വീണ് കാണണമെന്നുള്ള ആഗ്രഹവും പൂതിയും കൊണ്ടൊന്നുമല്ല. അല്ലെ അവരെ അങ്ങ് അകത്താക്കിയിട്ട് ആജീവനാന്തം അവർ തിഹാറിൽ കിടന്ന് ഉണ്ട തിന്നട്ടെ എന്നുള്ളതുമല്ല. ഇവിടെ കേരളത്തിന് മുഴുവൻ പിണറായി ഈ കേസിൽ അകത്താകണമെന്ന് എല്ലാവരും കരുതുന്നതിനൊരു കാരണമുണ്ട്. കോടാനുകോടികളുടെ തട്ടിപ്പാണ് ഒരു സംസ്ഥാനത്തെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ഇവർ നടത്തിയിരിക്കുന്നത്. കരിമണൽ ഖനനം അത് ഒരു കൂട്ടർ മാത്രം നടത്തിയ ഒരു സ്ക്രിപ്റ്റ് അല്ല. ഇതിന് പിന്നിൽ വലിയൊരു ലോബിയുണ്ട്, അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. ഇത്രത്തോളം വലിയൊരു നിധി കയ്യിൽ വെച്ചിട്ട്, അതായത് ചക്കരക്കുടം കയ്യിലിരിക്കുമ്പോൾ നക്കി നോക്കാത്തവരാരും ഉണ്ടാകില്ലല്ലോ. അതാണ് കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നത്, ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലാതെ പിണറായി വിജയനെ അങ്ങ് നിരപരാധിയായ പിണറായി വിജയനെ എടുത്ത് തൂക്കി അകത്തിട്ട് കണ്ട് അത് രസിക്കണം എന്നുള്ളതൊന്നുമല്ല മലയാളികൾക്ക്. സംസ്ഥാനത്തിൻ്റെ സമ്പത്താണ് കൊള്ളയടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക. ജനം മുണ്ട് മുറുക്കിയെടുത്ത് പണിയെടുക്കുകയാണ്. ഓരോരുത്തരുടെയും തലയ്ക്ക് മീതെ എത്രത്തോളം കടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തെല്ലാം പദ്ധതികൾ ഒച്ചിഴയും പോലെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വഴിയിൽ കിടക്കുന്നത്. ഏതെല്ലാം പെൻഷനുകളാണ് കൊടുക്കാനുള്ളത്. എന്നിട്ടും കോടാനുകോടികൾ ഈ സംസ്ഥാനത്തിൻ്റേത് കൊള്ളയടിച്ചു. അവിടെയാണ് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്നാണ് ഇവിടെയുള്ളവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും പറയുന്നു, കേന്ദ്ര സർക്കാർ ഇതിൽ രാഷ്ട്രീയം കളിക്കുകയല്ലെങ്കിൽ കൃത്യമായി ഇതിന് പിന്നിലുള്ളവരെ തൂക്കി അകത്തിടാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഒരു സംശയം ഉയരുന്നത് ഇതും ഒരു രാഷ്ട്രീയ കളിയാണോ എന്നുള്ളത്. കാരണം മോദിയും പിണറായിയും തമ്മിലൊക്കെ വല്ലാത്ത ഒരു അടുപ്പവും ബന്ധവും ഒക്കെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 10 വർഷക്കാലം പിണറായിയും കുടുംബവും രക്ഷപ്പെട്ടു പോയതും. 2 തവണയും വീണയെ ചോദ്യം ചെയ്തപ്പോൾ 10 മണിക്കൂറോളമാണ് ആ ചോദ്യം ചെയ്യൽ നീണ്ടത്. അവസാനിച്ചിട്ടില്ല. ഇനിയും ഹാജരാകണം എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത്. മുൻപ് ചോദ്യം ചെയ്യലിന് പോകാതെ മാരക രോഗം പറഞ്ഞ വീണ ഗത്യന്തരമില്ലാതെ പിന്നീട് ED ഓഫീസിൽ പോയത് നമ്മൾ കണ്ടു. എന്നാൽ ഇത്തവണ സംഭവിച്ചത് എന്താണ്? 29-ന് ഹാജരാകണം എന്നായിരുന്നു ED പറഞ്ഞത്. എന്നാൽ അതിനും 3 ദിവസം മുന്നേ പോയി ഹാജരായി ചോദ്യം ചെയ്യലിന്. മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ വിജയ ഈ ഭയക്കുന്നത്? കാരണം മാസപ്പടി കേസിലെ അന്വേഷണ റിപ്പോർട്ട് EDക്ക് കൈമാറിയ ദിവസമായിരുന്നു. ആ ദിവസം തന്നെ രാവിലെയാണ് വീണ ചോദ്യം ചെയ്യലിന് പോയി അവിടെ ഇരുന്നത്. ആ ഫയൽ EDക്കൊന്ന് തുറന്നു നോക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനു മുന്നേ വീണ ചോദ്യം ചെയ്യലിന് വന്ന് ഹാജരായിരുന്നു. അപ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. രക്ഷപ്പെട്ടു എന്നാണ് വീണ കരുതിയത്. എന്നാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഈ ഫയൽ വിശദമായി പഠിക്കട്ടെ, ഇനി 29-ന് ചോദ്യം ചെയ്യലിന് വരണമെന്ന് ED പറയുകയും ചെയ്തു. ഒപ്പം പിണറായിക്കും കുടുക്ക് വീഴും. കാരണം SFIO കൈമാറിയ ഫയലിലാണ് ഇത് വെറും മാസപ്പടിയല്ല, മുൻ സർക്കാരിലേക്കുള്ള അഴിമതിയുടെ ലീഡാണ് എന്നുള്ളത് വ്യക്തമാകുന്നത്. പിണറായിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് അയക്കും എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതോടെ CPM എന്തായാലും ഇളകിയിറങ്ങും. ഞങ്ങളുടെ കപ്പിത്താനെ വേട്ടയാടുന്നേ എന്ന് കരയും. ഈ അന്തം കമ്മി പൊട്ടന്മാരോടാണ് സംസ്ഥാനം കൊള്ളയടിച്ച് കോടാനുകോടി അക്കൗണ്ടിൽ പതുക്കിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അതിൽ അന്വേഷണം നടത്തുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പൊള്ളുന്നത്? കൈകൾ ശുദ്ധമാണെന്ന് അന്വേഷണത്തിലൂടെ പിണറായി തെളിയിക്കട്ടെ. അപ്പോഴല്ലേ കറകളഞ്ഞ നേതാവാകുന്നത്. പക്ഷേ ED അന്വേഷണം ഭയമാണ്, മടിയിൽ കനമില്ലതാനും. ഇതാണ് നമുക്ക് ദഹിക്കാത്തത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, VD സതീശൻ സർക്കാരിന് ഒരക്ഷരം ഇപ്പോൾ പ്രതികരിക്കാനില്ല.
പ്രതിപക്ഷത്തിരുന്നപ്പോൾ മാസപ്പടി അങ്ങനെ മാസപ്പടിയിലൂടെ കേരളം വിറ്റു തൊലച്ചു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നവരായിരുന്നു ഈ UDF-കാർ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാം അന്വേഷിക്കുമെന്ന് പറഞ്ഞ കൂട്ടരാണ്. എന്നിട്ടിപ്പോൾ എന്താണ് നിങ്ങൾക്കൊരക്ഷരം പ്രതികരിക്കാനില്ലാത്തത്? എന്തുകൊണ്ട് 2016 മുതലുള്ള കരിമണൽ കൊള്ള അന്വേഷിക്കുന്നില്ല? സംസ്ഥാനത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച കേസല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഈ സർക്കാർ ആർജവം കാണിക്കുന്നില്ല അതിലൊരു അന്വേഷണം നടത്താൻ? തെളിവുകളോ രേഖകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അന്വേഷണം നടത്തി ഇഡിക്ക് കൈമാറുന്നില്ല? പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ. ഇരട്ടത്താപ്പാണ് ഈ വിഷയത്തിൽ VD സതീശൻ സർക്കാർ കാണിക്കുന്നത്. 2 തവണ വീണ വിജയനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു. ഈ സർക്കാർ എന്തെങ്കിലും പ്രതികരിച്ചോ? ഇവരുടെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇവർ വാതോരാതെ വീണയുടെയും പിണറായിയുടെയും മാസപ്പടിയുടെയും കാര്യം പറഞ്ഞ ഏതെങ്കിലും നേതാക്കൾ വീണയെ 2 തവണ ചോദ്യം ചെയ്യലിന് കൊണ്ടുപോയപ്പോഴും എന്തെങ്കിലും പ്രതികരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ഒരു ഒത്തുകളിയുടെ ഭാഗമാണ്. കാരണം കർത്തയുടെ ഡയറിയിൽ PVയുടെ പേര് മാത്രമല്ല ഉള്ളത്, മറ്റ് പല പേരുകളുമുണ്ട്. ആ പേരുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സർക്കാരിന് തലയിൽ മുണ്ടിടേണ്ടി വരും. അതുകൊണ്ടാണ് ഇവർ ഭയക്കുന്നത്. പക്ഷേ ഈ കൊള്ള അത് സത്യസന്ധമായി അന്വേഷിക്കപ്പെടണം എന്നുള്ളതാണ് പറയാനുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരിൽ ഒരു വിശ്വാസം വയ്ക്കുകയാണ്. കാരണം ആ ഉദ്യോഗസ്ഥർ ആ സംഘത്തിലുള്ളത് കുറച്ച് സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് വീണയിലേക്കെങ്കിലും ഈ അന്വേഷണം എത്തിയത്. അത് പിണറായിയിലേക്ക് എത്തും എന്നുള്ളതാണ് ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. പിണറായിക്ക് സമൻസ് അയക്കും എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലും ഈ സമയത്ത് പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് CMRL കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതിലേക്ക് അന്വേഷണം ED കേന്ദ്രീകരിക്കുമ്പോൾ അത് പിണറായിയിലേക്ക് തന്നെ എന്നാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് കമ്പനിക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിച്ചോ എന്ന് പരിശോധിക്കുന്നതിനൊപ്പം പിണറായി വിജയനും CMRLും തമ്മിലുള്ള ബന്ധവും അന്വേഷണ പരിധിയിൽ വരികയാണ്. പിണറായി വിജയൻ ആദ്യ തവണ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന് CMRLന്റെ അനുബന്ധ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ ലഭിച്ചത്. അദ്ദേഹം അധികാരമേറ്റതിന് പിന്നാലെ എക്സാലോജിക് കമ്പനിയുമായി പുതിയ കരാറുകൾ ലഭിക്കുകയും ചെയ്തു. ഈ കരാർ നടപടികളിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും മകൾക്ക് ലഭിച്ച സാമ്പത്തിക നേട്ടങ്ങൾക്ക് പകരമായി സർക്കാർ തലത്തിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുമാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനായി കൊച്ചിയിലേക്ക് വിളിപ്പിക്കാൻ തന്നെയാണ് EDയുടെ നീക്കം. നിലവിൽ പിണറായി വിജയനെതിരെ നേരിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലേക്കും ബന്ധങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. വീണ വിജയനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കൂടുതൽ വ്യക്തികൾക്ക് സമൻസ് അയക്കാനുള്ള നടപടിയും ED തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. CMRLുമായുള്ള വിവാദ സാമ്പത്തിക ഇടപാടിൽ വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള മറ്റാരോ എക്സാലോജിക് IT സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ട് EDക്ക് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ED. അങ്ങനെ അന്വേഷണം പോയി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പിണറായി ശിങ്കിടിയിലേക്ക് തന്നെയായിരിക്കും. കേസിൽ വീണ പ്രതിസ്ഥാനത്ത് തുടരുമെങ്കിലും അവരുടെ അറസ്റ്റ് കൊണ്ട് അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും എന്ന തോന്നൽ ഇപ്പോൾ EDക്കില്ല. എന്നാൽ അറസ്റ്റ് സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കും എന്നും വ്യക്തമാകുന്നു. EDയുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എക്സാലോജിക് നൽകുന്ന സേവനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ പോലും വീണയ്ക്ക് അറിയില്ല എന്ന് ED ഉദ്യോഗസ്ഥർ പറയുന്നു. അതായത് അവരുടെ കമ്പനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും വീണയ്ക്ക് കൃത്യമായ ഉത്തരമില്ല. കുറ്റം നിഷേധിക്കാൻ തക്ക തെളിവുകൾ ഹാജരാക്കാനും വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യലിന്റെ ആദ്യ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികൾ വീണ നൽകിയിരുന്നു. ഇതേ കേസിൽ കമ്പനികാര്യ നിയമപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ രേഖകളും ED റെയ്ഡിൽ പിടിച്ചെടുത്ത തെളിവുകളും നിരത്തി വ്യാഴാഴ്ച നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പുതിയ സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. അതായത് വീണയ്ക്ക് ആ കമ്പനി, അതായത് അവരുടെ സ്വന്തം കമ്പനി എന്ത് സേവനം കൊടുത്തു എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, വീണയുടെ പേരിൽ കമ്പനി തുടങ്ങിയെന്നേ ഉള്ളൂ. ആ കമ്പനി കൈകാര്യം ചെയ്തിരുന്നത് മറ്റാരോ ആണ്. അവിടെയാണ് പിണറായി വിജയൻ ഈ പറയുന്ന അഴിമതി നടത്തുന്നതിന് വേണ്ടി ആരെയെങ്കിലും മുന്നിൽ നിർത്തി ഒരു കമ്പനി തട്ടിക്കൂട്ടിയോ എന്നുള്ള ചോദ്യം ഉയരുന്നത്. കേസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോഴും നിയമപരമായ തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞേക്കില്ല. വീണയുടെ ഓരോ മൊഴിയും ED റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
ഈ മൊഴികൾ മുൻ സർക്കാരിന്റെ കാലത്തെ തീരുമാനങ്ങളുമായി ഒത്തുനോക്കി അഴിമതിയുടെ ആഴം വ്യക്തമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പദ്ധതി. അടുത്തയാഴ്ച നടക്കുന്ന 3ാം ഘട്ട ചോദ്യം ചെയ്യലിൽ കൂടുതൽ വ്യക്തമായ തെളിവുകളുമായി ED രംഗത്തിറങ്ങും. പിണറായി വിജയന്റെ മകൾ എന്ന ലേബലിൽ നിന്ന് മാറി ഒരു അഴിമതി കേസിലെ മുഖ്യപ്രതി എന്ന നിലയിലാണ് വീണയെ ED കാണുന്നത്. കൂടുതൽ പ്രിവിലേജുകൾ കൊടുക്കുന്നില്ല. ഈ അന്വേഷണം പിണറായി സർക്കാരിന്റെ കാലത്തെ അഴിമതികളുടെ ഒരു പരമ്പര തന്നെ തുറന്നു കാട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം. ED പിടിച്ചെടുത്ത 134 രേഖകളും വീണയുടെ മൊഴികളും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. രേഖകൾ കാണിച്ചു ചോദിക്കുമ്പോൾ വീണ ഒഴിഞ്ഞു മാറുന്നത് കേസിൽ വലിയൊരു അട്ടിമറി നടന്നു എന്നതിന്റെ തെളിവാണെന്ന് ED വ്യക്തമാക്കുന്നു. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് വീണ വിജയനും പിണറായിയും എത്തിയിരിക്കുന്നത്. എക്സാലോജിക്കിന്റെ വളയം പിടിച്ചത് ആരാണ്? ആ അന്വേഷണത്തിലേക്കാണ് ED ഇനി പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.